സിനിമാ നടൻ സിദ്ദിഖിന് ഒരാഴ്ച കൂടി താൽക്കാലിക ജാമ്യം നീട്ടിക്കൊടുത്തു സുപ്രീം കോടതി. ഇന്നലെ കോടതിയിലെ വാദം നടക്കുമ്പം സിദ്ദിഖിന് വേണ്ടി ഹാജരായ മുഗൾ റോഹ്തക്ഷി എന്ന അഡ്വക്കേറ്റ് തനിക്ക് തൊണ്ടയ്ക്ക് സുഖമില്ല, കോടതിയിൽ ദീർഘമായി വാദിക്കാൻ കഴിയില്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരാഴ്ച കൂടെ സമയം എനിക്ക് തരണം, എൻ്റെ തൊണ്ടയൊന്നു അസുഖമൊന്ന് ഭേദമാകട്ടെ. കോടതിയിൽ ഇന്നലെ അദ്ദേഹം അല്പനേരം വാദിച്ചെങ്കിലും കോടതിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ തൊണ്ടയ്ക്ക് സുഖമില്ല എന്ന്. അതുകൊണ്ട് ഒരാഴ്ച താൽക്കാലിക ജാമ്യം നീട്ടിക്കൊടുത്തു. ജസ്റ്റിസ് സതീഷ് ചന്ദ്ര മിശ്രയും ആ ബെഞ്ചിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, സിദ്ദിഖ് എന്ന നടൻ അന്വേഷണത്തിനോട് സഹകരിക്കുന്നുണ്ടോ ഇല്ലയോ. അപ്പോൾ രഞ്ജിത്ത് കുമാർ എന്ന കേരളത്തിനുണ്ട് ഹാജരായ അഡ്വക്കേറ്റും സ്റ്റാൻഡിംഗ് കൗൺസിൽ അംഗം നിഷയരാജൻ ശങ്കറും കോടതി പറഞ്ഞു, ഒട്ടും സഹകരിക്കുന്നില്ല. പോലീസിന്റെ അന്വേഷണമായിട്ട് പ്രതിയായ സിദ്ദിഖ് സഹകരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സിദ്ദിഖിന്റെ അഭിഭാഷകൻ പറഞ്ഞു, 2 തവണ പോലീസിലെ മുമ്പിൽ ഹാജരായി, 2 തവണയും സിദ്ദിഖിനെ ചോദ്യം ചെയ്തു. അപ്പോൾ 2016 ഒരു മൊബൈൽ ഫോണും ഒരു ലാപ്ടോപ്പും ഹാജരാക്കാൻ പോലീസ് നിർബന്ധിച്ചു. അത് പഴയതാണ്, അത് കലർന്നപ്പെട്ടു പോയതാണ്, അത് നശിപ്പിക്കപ്പെട്ടു പോയതാണ്. തൻ്റെ കൈവശത്തിൽ 2016 8 വർഷം മുമ്പുള്ള ലാപ്ടോപ്പ് ഇല്ല, 8 വർഷം മുമ്പുള്ള മൊബൈൽ ഫോണും ഇല്ല. അതെങ്ങനെ ഹാജരാക്കാൻ കഴിയും എന്ന് റോഹ്തക്കി പറഞ്ഞപ്പോൾ ആ ജഡ്ജ് ജസ്റ്റിസ് സതീഷ് ചന്ദ്ര മിശ്രയും അതിനോട് യോജിച്ചു. എങ്ങനെയാണ് അത്രയും പഴക്കമുള്ള ഒരു സാധനം ഈ പ്രതിയായ ആളെ ഹാജരാക്കണം എന്ന് പറഞ്ഞാൽ അത് കൈവശമില്ലെങ്കിൽ എങ്ങനെ ഹാജരാക്കൂ എന്നൊരു മറു ചോദ്യം ജസ്റ്റിസ് ചോദിക്കുകയും ചെയ്തു. അത് ചോദ്യം തീർച്ചയായിട്ടും ജാമ്യം ലഭിക്കാനുള്ള ഒരു നീക്കം തന്നെയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സിദ്ദിഖിന് ജാമ്യം കിട്ടാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അന്വേഷണത്തിലെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് സിദ്ദിഖിന് സ്ട്രോങ് ആണ് എങ്കിലും ചില കാര്യങ്ങൾ, ആ പെൺകുട്ടിയായിട്ടുള്ള ഡയലോഗ് അല്ലെങ്കിൽ പെൺകുട്ടിയായിട്ടുള്ള സംഭാഷണം, അത് ലാപ്ടോപ്പിൽ പറഞ്ഞ കാര്യങ്ങൾ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അല്ലെങ്കിൽ സിദ്ദിഖ് അങ്ങോട്ട് പറഞ്ഞ മറുപടികൾ, ഇതെല്ലാം ലഭിക്കണം പോലീസ് ഉദ്യോഗസ്ഥർക്ക്. അതിനുള്ള സാധ്യത ഇപ്പം വളരെ മങ്ങിപ്പോയിരിക്കുന്നു. കാരണം അത് തൻ്റെ കൈവശമില്ല, അതൊക്കെ നശിച്ചുപോയ സാധനങ്ങളാണ്, 8 വർഷം മുമ്പുള്ളതാണ്. അപ്പൊ ആ ഒരു വാദഗതി ഏതായാലും കോടതി അംഗീകരിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. താൻ മലയാളത്തിലെ പ്രമുഖനായ നടനൊന്നുമല്ല, ഒരു സാധാരണ നടനാണ്. അതായത് ഏറ്റവും വലിയ നടനാണ് എന്നൊക്കെ കൊട്ടിഘോഷിക്കുന്നത് ശരിയല്ല. താനല്ല അത്ര ഉന്നതനായ നടൻ, താൻ സാധാരണ ഒരു നടൻ മാത്രമാണ് എന്ന് ആണ് സിദ്ദിഖിന്റെ സുപ്രീം കോടതിയിലെ വാദഗതികൾ. എന്തായാലും 2016 ലാപ്ടോപ്പും ഫോണും ലഭിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് ഇപ്പം നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ഈ കേസിന്റെ ഇനിയുള്ള മുന്നോട്ടുള്ള പോക്ക് എവിഡൻഷ്യറി വാല്യൂ പോലീസ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇതിനകത്ത് തരപ്പെടുത്താനോ കണ്ടെടുക്കാനോ കളക്ട് ചെയ്യാനോ ഒന്നും കഴിയില്ല എന്ന് തോന്നുന്നു. കാരണം ഡിജിറ്റൽ എവിഡൻസ് ഇതിനകത്ത് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. അദ്ദേഹത്തിന്റെ പ്രൊഫഷൻ അനുസരിച്ച് അദ്ദേഹത്തിനെ ആർക്ക് വേണേലും വിളിക്കാം, തിരിച്ചദ്ദേഹം വിളിക്കാം, ആ ലാപ്ടോപ്പിലാകാം, ഒക്കെ ശരിയാണ്. പക്ഷേ അവർ തമ്മിലുള്ള സംഭാഷണം കിട്ടാനായിട്ട് മാർഗമില്ല. അത് വാദി പറയുന്നതും പ്രതി പറയുന്നതും ചോദ്യം ചെയ്ത് അത് എലിസിറ്റ് ചെയ്യാനേ കഴിയുള്ളൂ. അല്ലാതെ ഒരു ഡിജിറ്റൽ എവിഡൻസ് ആകുമ്പോൾ ഡയറക്റ്റ് എവിഡൻസ് ആണ്, അത് കിട്ടാനുള്ള സാധ്യത മങ്ങിപ്പോയിരിക്കുന്നു. അപ്പോൾ ഈ കേസിനകത്ത് ഏറ്റവും പരമപ്രധാനമായ അവർ തമ്മിലുള്ള കോൺവെർസേഷൻ, എത്ര ദിവസം കൊണ്ടുണ്ട്, എത്ര നാളുകളുണ്ട്, അങ്ങനെയുള്ള എവിഡൻസ് ഒന്നും ലഭിക്കില്ല. കോൾ ഡീറ്റെയിൽസ്, ചിലപ്പം കോള് വിളിച്ച CDRന്റെ അത് എന്ന് മുതൽ തുടങ്ങി വിളി, അല്ലെങ്കിൽ തിരിച്ചെങ്ങനെ വിളിക്കുന്നു, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് മാത്രമേ ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ ഈ കാര്യത്തിൽ. ഏതായാലും രഞ്ജിത്ത് കുമാർ എന്ന നമ്മുടെ സ്റ്റാൻഡിംഗ് കൗൺസിലിൽ കോടതി വാദിച്ചത് സിദ്ദിഖ് ഒട്ടും പോലീസുമായിട്ട് സഹകരിക്കുന്നില്ല എന്ന വാദഗതിയാണ്. ഏതായാലും ഒരാഴ്ച കൂടെ താൽക്കാലിക ജാമ്യം നീട്ടിക്കൊടുത്തു. അടുത്ത ആഴ്ചയിൽ ഏതായാലും ഈ മാസം അവസാനം ആയിരിക്കും മിക്കവാറും അത് കേൾക്കാനായിട്ട് കോടതിക്ക് സൗകര്യം ഉണ്ടാവുകയുള്ളൂ, ടൈം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം സിദ്ദിഖിന് ഇപ്പോൾ ഒരു അപ്പർ ഹാൻഡ് വന്നു കഴിഞ്ഞിരിക്കുന്നു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ഒക്കെ എതിരായിട്ടുള്ള ആരോപണവും അദ്ദേഹം പറയുന്നുണ്ട്. ഏതായാലും പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന അദ്ദേഹത്തിന് ഈ കേസിന് അനുകൂലമായ എവിഡൻസ് കൊടുക്കാനായിട്ട് വോളണ്ടറി ചെയ്ത് കൊടുക്കാൻ കഴിയില്ല.
കാരണം അങ്ങനെ ഒരു സാധനം ഇല്ല എന്ന് വാദിക്കുകയാണ്. അത് പോലീസ് അത് കണ്ടെടുക്കാൻ പറ്റുമെങ്കിൽ കണ്ടെടുക്കാനേ കഴിയുള്ളൂ. അതുകൊണ്ട് കസ്റ്റഡി വേണം എന്ന് ചിലപ്പോൾ ചോദിക്കാം, അല്ലെങ്കിൽ ബെയിൽ കൊടുക്കാൻ പാടില്ല. പക്ഷേ ഇത്രയും പഴക്കമുള്ള സാധനം എങ്ങനെ കൊടുക്കാൻ കഴിയും എന്ന് കോടതി ചോദിച്ചതിൽ നിന്ന് അദ്ദേഹത്തിന് ജാമ്യം കിട്ടാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ടെന്നാണ് ഞാൻ കരുതുന്നത്.